ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എന്ത് ആഗ്രഹത്തോടു കൂടിയാണോ ഈ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്, ആ ആഗ്രഹം യൂണിവേഴ്സിൻ്റെ ശക്തിയാൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പൂർണ്ണമാകട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. പ്രാർത്ഥന കേട്ടതിനായി ഞാൻ നന്ദി പറയുന്നു. നമുക്കിന്ന് നോക്കാം നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ, നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ, നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ കറണ്ട് സിറ്റുവേഷൻ, മൂന്നും കൂടെ ഒരുമിച്ചാണ് നോക്കുന്നത്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾക്കുള്ള റീഡിങ്, ഇത് നിങ്ങളുടെ പേഴ്സൻ്റെത്, അത് തേർഡ് പാർട്ടിയുടേത്. തേർഡ് പാർട്ടിക്ക് ഇച്ചിരി ചെറുതാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, കാർഡെല്ലാം ഒന്നാണ് എങ്കിലും. ഓക്കെ, നിങ്ങൾക്കുള്ള കറണ്ട് സിറ്റുവേഷനാണ്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഇപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷനാണ് നിങ്ങളുടെ 3 പേരുടെയും. പ്ലീസ് കേഡ്മി മദർ യൂണിവേഴ്സ്, പ്ലീസ് കേഡ്മി. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിംഗ് ലഭിച്ചതിനാൽ ഞാൻ നന്ദി പറയുന്നു. നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ, നിങ്ങളിപ്പോൾ മജീഷ്യനാണ്. നിങ്ങൾക്ക് ന്യൂ ബിഗിനിങ് വരുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ, ജോലി സംബന്ധമായിട്ടാണെങ്കിലും ഫാമിലിയിലാണെങ്കിലും, നിങ്ങൾ ഏത് സ്ഥലത്താണോ, ഏത് പൊസിഷനിലാണോ അവിടെയെല്ലാം നിങ്ങൾക്ക് ന്യൂ ബിഗിനിങ്ങും നല്ല പൊസിഷനായിട്ടുള്ള ഗ്രോത്തും കാര്യങ്ങളും ഒക്കെയാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങൾ എന്താഗ്രഹിക്കുന്നു അത് സ്വന്തമാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. നിങ്ങൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തിയായി മാറിയിരിക്കുന്നു. ഓക്കെ, മജീഷ്യനാണ് വന്നിരിക്കുന്നത്. നിങ്ങളിപ്പം ബ്ലെസ്സിങ്ങും, യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരുപാട് ബിലീവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതിലെല്ലാം സ്ട്രോങ് ആയിരിക്കുന്നു. ഇപ്പം നിങ്ങൾ കരഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയല്ല, തളർന്നിരിക്കുന്ന ഒരു വ്യക്തിയല്ല. നിങ്ങളുടെ പേഴ്സൻ്റെ അവസ്ഥ എന്തോ ഒരു കമ്മിറ്റ്മെൻറ്റിന് വേണ്ടി തയ്യാറാകുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. തേർഡ് പാർട്ടി വെയിറ്റിങ്ങിലാണ്. 3 ഓഫ് വാണ്ട്. എന്തോ പ്ലാനിങ് നടക്കുന്നു. എന്ത് കമ്മിറ്റ്മെൻ്റ് ആണെന്നും എന്ത് പ്ലാനിങ് ആണ് നടക്കുന്നതെന്നും നമുക്ക് നോക്കാം. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. നമുക്ക് തേർഡ് പാർട്ടിയുടേത് തന്നെ നോക്കാം. എന്ത് പ്ലാനിങ് ആണ് തേർഡ് പാർട്ടിയിൽ നടക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്തുകൊണ്ടാണ് അവിടെ 3 ഓഫ് വാണ്ട് വന്നിരിക്കുന്നത്? തേർഡ് പാർട്ടിക്ക് ഇപ്പോൾ ഒരുപാട് ഹാർട്ട് പെയിൻ സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. തേർഡ് പാർട്ടി ചിന്തിക്കുന്നു തേർഡ് പാർട്ടിയുടെ ലൈഫിൽ, കാരണം നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുടെയും ജീവിതത്തിൽ നിങ്ങളുടെ പേഴ്സൺ അകന്നു പോകുന്നു, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ആ തേർഡ് പാർട്ടി ഒരുപക്ഷെ നിങ്ങളായിരിക്കാം. നോക്കാം നമുക്ക്. ഓക്കെ, തേർഡ് പാർട്ടി ഇപ്പം പെയിൻ സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നിങ്ങളുടെ പേഴ്സണ് ഇപ്പം തേർഡ് പാർട്ടിയോട് വലിയ താല്പര്യങ്ങളൊന്നുമില്ല. നിങ്ങളെക്കുറിച്ച് അവർക്ക് സംശയമുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു പോകുമോ എന്നുള്ളൊരു ഭയവും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുകയാണ്. അപ്പം ഇവിടെ എന്താണെന്ന് നോക്കട്ടെ. നിങ്ങളുടെ പേഴ്സൺ എന്താണ് ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് തയ്യാറാകുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് കമ്മിറ്റ്മെൻറ്റിനാണ് എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ തയ്യാറാകുന്നത്? ബാലൻസിങ്ങിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ്. അവർ അഫർമേഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ അഫർമേഷൻ ചെയ്യുന്നുണ്ട്. എന്താണ് അഫർമേഷൻ ചെയ്യുന്നത്? അവരുടെ ലൈഫിൽ അവർക്ക് നഷ്ടപ്പെട്ട എന്തോ ഒന്ന് തിരിച്ച് ലഭിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. അത് റീയൂണിയന് വേണ്ടിയിട്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന 6 ഓഫ് കപ്പ് തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. റിലേഷൻഷിപ്പ് ബാലൻസിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണമെന്ന് ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത് നിങ്ങളുടെ തേർഡ് പാർട്ടിക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ തേർഡ് പാർട്ടി അല്ല, നിങ്ങൾ തന്നെയാണ്. എത്രയൊക്കെ പിടിച്ച് വലിച്ചു കൊണ്ടുവന്നിരുന്നാലും തേർഡ് പാർട്ടി ചിന്തിക്കുന്നു ഒരിക്കലും നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിനെ സ്വന്തമാക്കാൻ കഴിയില്ല. ഓക്കെ, അതിൻ്റെ പെയിൻ സിറ്റുവേഷനിൽ കൂടിയാണ് തേർഡ് പാർട്ടി ഈ ഒരു സമയം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം അടുത്തത്. തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും റിലേഷൻഷിപ്പിൽ എന്താണ് കറണ്ട് സിറ്റുവേഷൻ? തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്താണ് കറണ്ട് സിറ്റുവേഷൻ? കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത്
ഒരു വലിയ പെയിനാണ്, തേർഡ് പാർട്ടിയെ വിട്ടു പോകുന്ന സീൻ തന്നെയാണ്. അത് തന്നെയാണ് ഇവിടെ തേർഡ് പാർട്ടിക്ക് പെയിൻ വന്നിരിക്കുന്നത്. ഓക്കെ, തേർഡ് പാർട്ടിയെ വിട്ട് പേഴ്സൺ പോകുകയാണ്. എങ്ങോട്ടാണ് പോകുന്നത്? 10 ഓഫ് കപ്പിലേക്കാണ് പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിലേക്കാണ് നിങ്ങളുടെ പേഴ്സൺ വരുന്നത്. ഓക്കെ, നമുക്കത് ക്ലാരിഫൈ ചെയ്യാം. ഇപ്പം തേർഡ് പാർട്ടിയും പേഴ്സണും തങ്ങളിലുള്ള ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. ആ റിലേഷനെ കുറിച്ച് ഇപ്പോൾ ഒന്നും ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ നിങ്ങളുടെ പേഴ്സൺ തയ്യാറാകുന്നില്ല. തലവേദനയാണ്. തലയെ കൈ വെച്ചിരിക്കുന്നതുണ്ടോ? തേർഡ് പാർട്ടി ഇപ്പോൾ അവർക്ക് തലവേദനയായി മാറിയിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സണ്. ഓക്കെ, ആ റിലേഷൻഷിപ്പിന് വേണ്ടി യാതൊന്നും ചെയ്യുവാനും തയ്യാറല്ല. തേർഡ് പാർട്ടിയുടെ ഫേസ് കാണാൻ പോലും ഇപ്പോൾ തയ്യാറല്ലാത്ത അവസ്ഥയിൽ കൂടിയാണ് പോകുന്നത്. ചിലപ്പോൾ അവർ ഒരുമിച്ചായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നെങ്കിൽ പോലും മാനസികമായിട്ട് അവർക്കവിടെ ഒരു താല്പര്യവുമില്ലാത്ത അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. വീൽ ഓഫ് ഫോർച്യൂണാണ് വരുന്നത്. ഇപ്പോൾ തേർഡ് പാർട്ടിയുടെയും പേഴ്സൻ്റെയും റിലേഷൻഷിപ്പിന് സമയം അനുകൂലമായിട്ട് സഞ്ചരിക്കുന്നില്ല. നിങ്ങളുടെ പേഴ്സൺ ഇപ്പം അവിടെ ഇമോഷണൽ പരമായിട്ട് യാതൊരു ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്യുന്നില്ല. ചിലപ്പോൾ ഒരു പക്ഷേ തേർഡ് പാർട്ടിയുടെ ഒപ്പം ഉണ്ടെങ്കിൽ പോലും അവിടെ ഇമോഷണൽ പരമായിട്ട് യാതൊരു താല്പര്യവും കാണിക്കുന്നില്ല. ഓക്കെ, അപ്പം ഇതാണ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കറണ്ട് സിറ്റുവേഷൻ, നിങ്ങളോടുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള കറണ്ട് എനർജി എന്താണ്? ഈ ഒരു സമയത്ത് എന്ത് എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിനെ ഓർത്തിട്ട്, വ്യൂസിൻ്റെ റിലേഷൻഷിപ്പിനെ ഓർത്തിട്ട് വ്യൂസിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണ്? നിങ്ങൾക്ക് ജസ്റ്റിസ് തരണമെന്ന് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളോട് കാണിച്ചത് തെറ്റായി പോയി, നിങ്ങളോട് അങ്ങനെ കാണിക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് കടന്നു വരണം. വീണ്ടും വന്നിട്ടുണ്ട് 6 ഓഫ് കപ്പ്. നേരത്തെ വന്നായിരുന്നു. 6 ഓഫ് കപ്പ് പറയുന്നത് പഴയ ഫ്രണ്ട്സിനെയാണ് പറയുന്നത്, അല്ലെങ്കിൽ പഴയ റിലേഷൻഷിപ്പിനെയാണ് പറയുന്നത്. നിങ്ങളാണ് ആ ഒരു പഴയ റിലേഷൻഷിപ്പ്. ഇപ്പോഴുള്ളതെന്ന് വെച്ചാൽ തേർഡ് പാർട്ടിയാണ്. അപ്പോൾ പഴയ റിലേഷൻഷിപ്പിന് നീതി കൊടുക്കണം, ജസ്റ്റിസ് കൊടുക്കണം എന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നുണ്ട്. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. ഓക്കെ, നിങ്ങളുമായിട്ട് ഒരു ന്യൂ ബിഗിനിങ്, ഒരു സണ്ണിൻ്റെ എനർജി, ഒരു കമ്മിറ്റ്മെൻറ്റ്, ഒരു സന്തോഷം, ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അവസാനം ഒക്കെ കൊണ്ടുവരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഓർത്തിട്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഓർത്തിട്ട് ഈ ഒരു പെയിൻ സിറ്റുവേഷനിൽ കൂടിയാണ് വന്നിരിക്കുന്നത്. കാരണം നിങ്ങളെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലാക്കി എന്നതിൽ വളരെ പെയിൻ സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇരിക്കുന്നത്. തേർഡ് പാർട്ടിയുടെ കറണ്ട് എനർജി നോക്കാം. തേർഡ് പാർട്ടിക്ക് ഇപ്പോൾ ഉള്ള അവസ്ഥ എന്താണ്? കറണ്ട് സിറ്റുവേഷൻ എന്താണ് തേർഡ് പാർട്ടിയുടേത്? ഓക്കെ, അവരുടെ അവസ്ഥ ഇപ്പോൾ ഏതിലൂടെയാണ് കടന്നു പോകുന്നത്? നിങ്ങളുടെ പേഴ്സൺ എന്തായിരുന്നാലും ആ ഒരു റിലേഷൻഷിപ്പിന് താല്പര്യമില്ല. പക്ഷേ തേർഡ് പാർട്ടിയുടെ മനസ്സിൽ ഇപ്പോൾ എന്താണെന്ന് നോക്കട്ടെ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്താണ് തേർഡ് പാർട്ടിക്ക് ഈ ഒരു സമയം? തേർഡ് പാർട്ടിക്ക് ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സണുമായിട്ട് അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പുമായിട്ട് എന്താണ് മനസ്സിൽ കൂടി കടന്നു പോകുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. തേർഡ് പാർട്ടി വീണ്ടും സ്നേഹം, ഒരു ന്യൂ ബിഗിനിങ്, നിങ്ങളുടെ പേഴ്സണുമായിട്ട് വീണ്ടും സ്നേഹം വേണമെന്നും ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ തേർഡ് പാർട്ടി ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി പല പ്ലാനുകളും, നേരത്തെ ഇവിടെയും പ്ലാനുകളാണ്, ഇപ്പം നിങ്ങളുടെ തേർഡ് പാർട്ടി പ്ലാനുകളും തയ്യാറാക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണെ തിരിച്ചു കൊണ്ടുപോകുന്നതിന് ജഗ്ലിംഗ് സിറ്റുവേഷനാണ്. നിങ്ങളിലേക്ക് തിരിച്ചു പോകുമോ, നിങ്ങളുടെ പേഴ്സണെ തിരിച്ച് കിട്ടുമോ എന്നുള്ള രീതിയിൽ ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനിൽ കൂടിയാണ് പോകുന്നത്. ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് സ്നേഹം നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് ലഭിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അവർ ചില പ്ലാനുകൾ തയ്യാറാക്കുന്നു. നിങ്ങളുടെ തേർഡ് പാർട്ടി ഈ ഒരു സമയത്ത് ഈ ഒരു 5 ഓഫ് പെൻറ്റിക്കിളിൻ്റെ അവസ്ഥയിൽ കൂടിയാണ് പോകുന്നത്. വളരെ ഡിപ്രഷനാണ്. നിങ്ങളുടെ പേഴ്സൺ എന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്ന് അവർക്ക് പുറത്തു പോകാനൊന്നും പറ്റുന്നില്ല. നിങ്ങളുടെ പേഴ്സണെ വിട്ടുകളയാൻ പറ്റുന്നില്ല. അവർ ഡിപ്രഷൻ അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഓക്കെ, നിങ്ങളുടെ അവസ്ഥ നോക്കാം. എന്താണ് നിങ്ങളുടെ കറണ്ട് എനർജി, നിങ്ങളുടെ മാനസികാവസ്ഥ ഇപ്പോൾ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ മാനസികാവസ്ഥ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് അവസ്ഥയിൽ കൂടിയാണ് എൻ്റെ വ്യൂസ് ഇപ്പോൾ പോകുന്നത്? മാനസികാവസ്ഥ പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ.
നിങ്ങളിപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഓരോരോ ഗ്രോത്തുകൾ, നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ, ഈ ഒരു റിലേഷൻഷിപ്പിൽ തന്നെയാണെങ്കിലും ഗ്രോത്ത് വരുന്നെങ്കിൽ വരട്ടെ. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് ഓരോ ചേഞ്ചുകളാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്. ഇതുവരെയും ചിലപ്പോൾ കരഞ്ഞുകൊണ്ടിരുന്ന വ്യക്തികൾ ഇപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ ഓരോ ചേഞ്ചുകൾ വരെയാണ്. ഇനി ഞാൻ കരയാൻ പോകുന്നില്ല, ഇനി നിങ്ങൾ പേഴ്സണിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പോകുന്നില്ല, ഞാൻ മൂവ് ഓൺ ചെയ്യുന്നു. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും കുറേ നാളായിട്ട് നിങ്ങളൊരു മാനസിക പ്രശ്നത്തിലായിരുന്നു എങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരെയാണ്. നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ തന്നെയാണെങ്കിലും നിങ്ങൾ വിഷമിച്ചിരിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല. നിങ്ങൾ ഗ്രോത്ത് ആഗ്രഹിക്കുന്നുണ്ട്. ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾ ജസ്റ്റിസിന് വേണ്ടി പ്രവർത്തിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓക്കെ, നിങ്ങളിപ്പോൾ വളരെ സ്ട്രോങ് ആയിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നു. ഇത്രയും നാളും നിങ്ങൾ ഇമോഷണൽ പരമായിട്ട് തകർന്നിരുന്ന അവസ്ഥയിൽ കൂടിയാണെങ്കിൽ നിങ്ങളിപ്പോൾ പ്രാക്ടിക്കലായിരിക്കുന്നു. നിങ്ങളെല്ലാം ഫേസ് ടു ഫേസ് കാണുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ മനസ്സിപ്പോൾ ഒരുപാട് വിജയം നിങ്ങളിലേക്ക് തന്നെ വരുമെന്ന്, നിങ്ങളിൽ തന്നെ വിജയം വരുമെന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. ചില അബണ്ടൻസൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങളുടെ എനർജി, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി, നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ എനർജി എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരണമെന്നും നിങ്ങൾക്ക് നീതി തരണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ചെറിയ റീഡിംഗ് ആണ്, നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടായിരിക്കാം. ഇതിൻ്റെ അകത്ത് ഞാൻ രാശികളോ നമ്പേഴ്സോ ഒന്നും പറയുന്നില്ല. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്, എങ്കിലും അതൊക്കെ ഒന്ന് ചെയ്തേക്കണേ.